പാഠഭാഗങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് 36ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് വേണ്ടി വ്യക്തവും വിശദവുമായി ക്ലാസ് എടുത്തു തരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ജയകൃഷ്ണൻജിയാണ്. ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദിഭ്യസ്ത്വാം സഹജനനി സഞ്ജന്തയതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ജയശങ്കര. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന സ്തോത്രകാവ്യമാണ് നാം അർത്ഥമറിഞ്ഞ് വായിക്കുവാൻ, ചൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ 75 ശ്ലോകം വരെയാണ് നമ്മൾ ഇതുവരെ പ്രയത്നിച്ചത്. ഇന്ന് 76ാമത്തെ ശ്ലോകം എടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആരും ഇല്ലാത്തത് കൊണ്ടും സരസ്വതി ഒപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം അല്ലെങ്കിൽ ചൊല്ലി നോക്കാം എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരുടെയും സമ്മതത്താൽ നമുക്ക് തീരുമാനമെടുക്കാം. ഐകകണ്ഠ്യേന ഒരു തീരുമാനത്തിൽ എത്താം. അപ്പോൾ സരസ്വതി ഒപ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളട്ടെ. ആദ്യത്തെ ശ്ലോകം തൊട്ട് നമുക്ക് ചൊല്ലി തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാ ത്രിപുരസുന്ദര്യേ ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യ ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതിം. തനീയ കുറച്ച് വായിക്കാനോ? എങ്ങനെയാ? അർത്ഥം മാറി. പ്രഭവതി. പ്രഭവതി കുറച്ച് 10 ശ്ലോകം വായിക്കാനോ? എന്താ? എന്നാലേ 75 ആവുള്ളൂ. തനീയാം സാം പാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദൈനം ഭജതി ഹജി തോധൂളനവിധിം. ഹരസംക്ഷുദൈനം ഹരസം ഒന്നുകൂടത്. തനീയാം സംസും തപചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരി
കഥമപി സഹസ്രേണ ശിരസാം ഹര സംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്ധൂതവിധിം. തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം. വഹത്യേനം ശൗരീ കഥമപി സഹസ്രേണ ശിരസാം ഹരഃ സംക്ഷുദൈനം ഭജതി ഭസിതോ ധൂളനവിധിം. അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരീ ജഠാനാം ചൈതന്യസ്തബകമകരന്ദശ്രുതിസ്സരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. ഒരു മിനിറ്റ്. ഈ ശ്ലോകത്തില് നമ്മൾ അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യ സ്തബകമകരന്ദ ശ്രുതിധരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ, അവിടെ നിന്നു, ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര. അപ്പൊ ആ സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ്. ജന്മജലധാം നിമഗ്നാനാം ദംഷ്ട്രാ വരാഹസ്യ ഭവതി. അപ്പൊ ദരിദ്രന്മാർക്ക് ചിന്താമണിയാണ്. ദരിദ്രന്മാർക്ക് ചിന്താമണികൾ കോർത്തുണ്ടാക്കിയ മാലയായിട്ട് മാറുകയാണ്. ജന്മജലധയിൽ മുഴുകിക്കിടക്കുന്നവർക്ക് അതാണ് ജന്മജലധൗ നിമഗ്നാനാം. ആ സംസാര സാഗരത്തില് മുങ്ങിക്കിടക്കുന്നവർക്ക് ആ ആദ്യ വരാഹമൂർത്തിയായിട്ട് തേറ്റയായിട്ട് മാറുന്നു എന്നാണ്. മുരരിപുവരാഹസ്യ ഭവതി. ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. തദന്യപാണിഭ്യാമഭയവരദോ ദൈവദഗണ ത്വമേകാ നൈവാസി പ്രകടിതവരാഭീത്യഭിനയ ഭയത്രാതും ദാതും ഫലമപി ച വാഞ്ഛാ സമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണായേവ നിപുണൗ. അവിടെ ആ പുസ്തകത്തിൽ തിരുത്തണം. ഏവമാണ്, അതായത് ഭയവരദോ ദൈവതഗണ ത്വമേകാ നൈവാസി പ്രകടിതവരാഭിത്യഭിനയ ഭയാത്രാതും ദാതും ഫലമപി ച വാഞ്ഛാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണായേവ നിപുണൗ എന്നാണ്. അമ്മയുടെ പാദങ്ങള് അമ്മയുടെ പാദങ്ങൾ തന്നെ സമർത്ഥങ്ങളാണല്ലോ എന്നർത്ഥം. വേവാന്ന് പറഞ്ഞാൽ വേവാന്ന് എഴുതിയിരിക്കുന്നല്ലേ? ചരണമേവ വാന്നുള്ള വാക്കാ എഴുതിയിരിക്കുന്നത്. ഏവയാക്കിയതാ. അപ്പൊ അത് ഒന്നിച്ച് ചെല്ലുമ്പോ ശരണ, സ്പ്ലിറ്റ് ചെയ്യുമ്പോ ശരണ ഏവ ആരാധ്യ പ്രണതജന സൗഭാഗ്യ ജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമഭി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഖ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി ഹി മോഹായ മഹദാ. വനക്കഞ്ചീദാമ കരികള മധുകരമായി എന്നാണ് അഞ്ചാമത്തെ ശ്ലോകം. ആറാമത്തെ ശ്ലോകങ്ങളുണ്ട്. മധുകരമയി പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമാരൂദായോ ധനരഥ തഥാപ്യേക സർവം
ഹിമഗിരിസുതേ കാമപി കൃപാമാംബാംഗത്തെ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. ഒരു ചെറിയ രണ്ട് അതിനൊരു ചെറിയ രണ്ട് കറക്ഷൻ ഉണ്ട് അതിനകത്ത്. അവര് അന്ന് ചെക്ക് ചെയ്യാം. ധനു പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുദായോധനരഥ എന്നാണ്. മലയമരുദായോധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. അപ്പൊ രണ്ടിടത്താണ് മലയമരുത് ആയോധനരഥ എന്നാണ് അവിടെ വായിക്കേണ്ടത്. മറ്റത് കൃപാം അപാംഗാത്തേ ലബ്ധ്വാ എന്നാണ്. കൃപാ ആപാംഗത്തെ അല്ലേ? അപാംഗത്തെ അപാംഗാത്തേ എന്നാണ്. കൃപാം അപാംഗാത്തേ. അവിടെ കൃപ എന്ന് ഇട്ടിട്ട് ഒരു വരയുണ്ടോ? കൃപ കഴിഞ്ഞ് വരയുണ്ടോ? എഴുതുന്ന മപാങ്കാന്നായിരിക്കും. ഇതിനകത്തെ അർത്ഥം പറഞ്ഞാൽ മതി. കൃപ ദേവിയുടെ കൃപ. അപാംഗം കടക്കണ്ണ്, ദേവിയുടെ ഒരു കടക്കണ്ണ്, ഇങ്ങനെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടമാണ് അപാംഗം എന്ന് പറയുന്നത്. അപാംഗാത്തെ അല്ലെങ്കിൽ കൃപാം നിർത്തിയിട്ട് അപാംഗ എന്ന് പറയണം. അതെ. അപ്പൊ അപാംഗാത്ത്, അതായത് ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. കൃപ ഉള്ള കടക്കണ്ണ്, അതാണ് അപാംഗം. അപാംഗാത്തെ കടക്കണ്ണ് കൊണ്ട് ഒരു ഏറാണ്. കടക്കണ്ണിട്ട് നോക്കി എന്ന് പറയുന്നതാണ്. കൃപയുടെ കടക്കണ്ണ് എറിഞ്ഞു എന്നാണ്. ഇതം ജഗത്ത് അല്ലേ? കൃപാം അപാംഗാത്തെ ലബ്ധ്വാ ലഭിച്ചു. ആർക്ക്? ജഗദിദമനംഗോ വിജയതയെ. അങ്ങനെ അനങ്കം ശരീരമില്ലാത്തവനായിരിക്കുന്ന കാമദേവന് ദേവിയുടെ കടക്കണ്ണുകൊണ്ട് മാത്രമാണ് ഈ ജഗത്തിനെ മുഴുവൻ ജയിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ദേവി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കൃപാം അപാംഗാത്തെ എന്നാണ്. അപ്പൊ കാമ അപി ചൊല്ലി നോക്കൂ, ഒന്നുകൂടെ ചൊല്ലി നോക്കൂ. ധനുപുഷ്പം മൗപീ മധുകരമയീ പഞ്ചവിശിഖാവസന്തോ മലയമരുദായോധനരഥ തഥാപ്യേക സർവം. കണക്ഷൻ പോയെന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? കണക്ഷൻ പോയതാണെന്ന് തോന്നുന്നു. വന്നു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇനി എവിടെങ്കിലും അത് അമക്കിയോ എന്ന് പറഞ്ഞിടല്ലോ. ഓഡിയോ ഓൺ ആയിട്ടില്ല. സരസ്വതി അപ്പോൾ ഒന്ന് സരസ്വതിയുടെ ഓഡിയോ ഓൺ ആയിട്ടില്ല. എനിക്കൊന്ന് നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് അവിടെ. സാരമില്ല, ഒരുപാട് ശ്ലോകം ഉണ്ടല്ലോ. അപ്പൊ വേറെ ആള് ചൊല്ലി തുടങ്ങാം, എന്നിട്ട് ഇടയ്ക്ക് സരസ്വതി അപ്പോൾ ചൊല്ലട്ടെ. അത് തന്നെ. എന്നാ വേറെ ആരെങ്കിലും ജപിച്ചോളി. തുടങ്ങിയ ഇതിപ്പോ എത്രാമത്തെ ശ്ലോകം വരെയാണ് ജപിച്ചത്? ഇപ്പൊ ആറാമത്തെ ആണെങ്കിൽ തുടങ്ങാം. ആറാമത്തെ അതാണിപ്പോ. ധനുപൗഷ്പം മൗർവിമധുകരമയീ പഞ്ചവിശിഖാം വസന്ത സാമന്തോ മലയമരുദായോധനരഥ തദാപ്യേക സർവം ഹിമഗിരിസുതേ കാമപി കൃപാമപാംഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ.
ഇല്ലില്ല, അത് കുഴപ്പമില്ല. ഓക്കെ ആയി. കുണക്കാഞ്ചേതാമ കരികളപ കുംഭസ്തനനത പരിക്ഷീണ മധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം സൃണമഭിദദാന കരതലൈ പുരസ്താദാസ്താം ന പുരമതിദുരാഹോ പുരുഷിക. സരസ്വതി എപ്പോഴും എത്തിയിട്ടുണ്ട്. 8ാമത്തെ ശ്ലോകം തൊട്ട് ജപിച്ചോളൂ. ഇല്ല സാർ, ഇപ്പോഴും ഓഡിയോ കണക്റ്റഡ് ആയിട്ടില്ല ജ്യോതിഷ. അല്ലേ? അടുത്ത ജപിക്കാം. സുധാ സിന്ദൂർ മധ്യേ സുരവിടവിവാടി പരിവൃതേ മണിദ്വീപേ നീപോ പവനപതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാ കതിജന ചിദാനന്ദലഹരീം. ഇവിടെ ആ 2ാമത്തെ വരിയില് സുധാ സുധാ സിന്ധോർ മധ്യേ സുരവിതപിവാടി പരിവൃതേ മണിദ്വീപേ നീപോ ഉപവനവതി. അപ്പൊ നീപ ഉപവനവതിയാണ്, പവനവതിയല്ല. ഉപവനവതിയാണ്. നീപോപവനപതി. അപ്പൊ ഉപവനമാണ്. അപ്പൊ അതിനകത്തൊരു വലിയ വനം, അതിനകത്തൊരു ഉപവനം. അതാണ്. സുധാ സിന്ദോർ മധ്യേ സുരവിടവിവാടേ പരിവൃതേ മണിദ്വീപേ നീപോപനപതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാ കതിജന ചിദാനന്ദലഹരീം. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാദിഷ്ടാനേ ഹൃദി മരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. സുധാധാരാസ്താരൈശ്ചരണയുഗാന്തർവിഗളിതേ പ്രപഞ്ചം സിഞ്ചന്തി പുനരവിരസാപ്നായ മഹസ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിപദ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിഷി കുലകുണ്ഠേ കുഹരിണീ. ചതുർഭി ശ്രീകണ്ഠേ ശിവയുതിഭി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർണവഭിരഭി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശദ്വസുതദള കലാശ്രതിവലയ ത്രിരേഖാഭിസാർത്ഥം തവ ശരണകോണ പരിണത. അവിടെ ചെറുതായിട്ട് തെറ്റിയല്ലേ? അതെ, അതായത് വസുദള കലാശത്രി വലയാണ്. ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതിഭി പഞ്ചഭിരഭി അഭിന്നാഭി ശംഭോർനവഭിരഭി മൂലപ്രകൃതിഭിഃ ചതുശ്ചത്വാരിംശദ്വസുദള കലാശത്രിവലയ ത്രിരേഖാഭിസാർദ്ധം തവ ശരണകോണ പരിണത എന്നർത്ഥം. ചതുർഭി ശ്രീകണ്ഠേ ശിവയുതിഭി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർനവഭിരഭി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശദ്വസുദള കലാശ്രതിവലയ ത്രിരേഖാഭിസാർത്ഥം തവ ശരണകോണ പരിണത. അത് ശരിയായിട്ടില്ല, ഒന്നും കൂടെ അത് ജപിച്ച് ഇതാകണം എന്ന് തോന്നുന്നുണ്ട്. അതെ, ഒന്നുകൂടെ ജപിച്ച് ശരിയാണോ അത്? ക്ലിയർ ആയിട്ടുള്ളത് ശിവയുവതിഭി എന്നാണ്. അതിനകത്ത് പുസ്തകത്തിൽ അങ്ങനെ അല്ലേ, ശിവതിഭി എന്നല്ല, ശിവയുവതിഭി. ശിവയുവതിഭി അങ്ങനെ. ചതുർഭി ശ്രീകണ്ഠൈ എന്നാൽ അതായത് ശ്രീകണ്ഠത്തിൽ വിഷമുള്ളവനായ പരമശിവൻ, ആ പരമശിവന്റെ ശൈവമായ 4 ശക്തികളാണ് അത് ചതുർഭി. പിന്നീടോ ശിവയുവതിഭി പഞ്ചഭിരഭി, 5. അപ്പം 5 ശാക്തേയ ശക്തികളും, അതാണ് യുവതിഭി. ശിവയുവതിഭി, ശിവന്റെ യുവതി അതായത് പാർവതി, അതാണ് ശാക്തേയമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ മറ്റേ ഏതാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്, ഇതിനു മുമ്പ് മഹിം മൂലാധാരം പറഞ്ഞിരിക്കുന്നത് ശ്രീചക്രത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ക്ഷമിക്കണം, എന്റെ നെറ്റ് പോയതായിരുന്നു കേട്ടോ, ഇപ്പോഴും പൊക്കോണ്ടിരിക്കും. അപ്പൊ 12ാമത്തെ വരെ പാരായണം ചെയ്തിട്ട് അടുത്തവർക്കും അവസരം കൊടുക്കാം പാരായണം ചെയ്യാനായിട്ട്. ഞാനൊന്ന് 12ാമത്തെയും കൂടെ ശ്ലോകം ജപിക്കാം. ആയിക്കോട്ടെ. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്ര കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയ യഥാ ലോകോത്സുക്യാതമരലനായാന്തി മനസാ തപോഭിർദുഷ്പ്രാപാമപി ഗിരിശസായുജ്യ പദവീം. അപ്പൊ ആദ്യം തൊട്ട ആരെങ്കിലും അമ്മയ്ക്ക് പാരായണം ചെയ്യാമെങ്കിൽ അമ്മ ചെയ്തോളൂ. 1 തൊട്ട് 12ാമത്തെ ശ്ലോകം വരെ ഇന്ന് അങ്ങനെ ചെയ്യാം അല്ലേ ജയേട്ടാ? ആയിക്കോട്ടെ. സരസ്വതി ചൊല്ലുന്ന അങ്ങനെ സരസ്വതി ചേട്ടത്തി വന്നിട്ടില്ല. കൊടുക്കാം, അവസരം കൊടുക്കാം. ഇപ്പൊ ശോഭ ചേച്ചി ഉണ്ട്, പലരും ഉണ്ട്. അപ്പൊ ഒന്നോട്ടാണ് 1 തൊട്ട് 12 വരെ. 1 തൊട്ട് 12 വരെ, അതോ 13 കണ്ടിന്യൂ ചെയ്യാനോ? കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടിന്യൂ ചെയ്തോണ്ടേ. ഓക്കെ. നരം വർഷീയാംസം നയന വിരസം നർമ്മസുജടം തവാപാങ്കാലോകേ പതിതമനുധാവന്തി ശതശ ഗളദ്വേണീബന്ധ ഭുജകലശ വിസ്രസ്തജിയാ ഹടാതൃടുത്കാഞ്ജ്യോ വികളിതദുഗുദാ യുവദയ ഹഠാതൃട്യത്കാഞ്ജ്യോ നരം വർഷീയാം സന്നയന വിരസം നർമ്മസുജടം ഹടാതൃട്യാത്കാഞ്ജ്യോ വികളിത ദുഗൂലായുവദയ. വികളിത ദുഗൂലായുവദയ, തുണി ദുഗൂലം വസ്ത്രം. ക്ഷിതൗ ഷട്പഞ്ചാശത് ദിശമധിക പഞ്ചാസുതദകേ ഹുദാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശതനിലേ ദിവി ജിഷ്ടത്രിംശൻ മനസി ചതുഷ്ഷഷ്ടിരിതി മയൂഖാസ്തേഷാം മപ്യുപരി തവ പാദാബ്ജയുഗം പാദാംബുജയുഗം. ക്ഷിതൗ ഷട്പഞ്ചാശത് ദിശമധിക പഞ്ചാശതുദകേ ഹുദാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശതനിലേ ദിവിദ്വിഷ്ടത്രിംശൻ മനസി ചതുഷ്ഷഷ്ടിരിതിയേ മയൂഖാസ്തേഷാമപ്യുപരി തവ പാദാംബുജയുഗം. ശരജ്യോത്സ്നാ ശുഭ്രം ശശിയുതജടായൂഢമകുടം വരത്രാസത്രാണ സ്ഫടികകടികാ പുസ്തകകരം സകൃന്നത്വാ നാത്വാ കഥമിവ സദാം സന്നിധതേ മധുക്ഷീരദ്രാക്ഷാ മധുരിണാ ഭണിതയാ മധുക്ഷീര ദ്രാക്ഷ മധുരീണ മധുക്ഷീരാ ദ്രാക്ഷ മധുരീണ ഭണിതയാ മധുക്ഷീരാ ദ്രാക്ഷ മധുരീണ ഭണിതയ കവീന്ദ്രാണഞ്ചേത കമലവനബാലാദവരുചിം ഭജന്തേ സന്ദ കതിചിതരുണാമേവ ഭവതിം വിരിഞ്ചി പ്രേയസ്യാ
അരുണതര ശൃംഗാരലഹരീ ഗംഭീര ലഹരീ ഗഭീരാഭിർവാഗ്ഭിർ വിദദതി സദാം രഞ്ജനമമീം. ആരെങ്കിലും ചെല്ലുന്ന ചൊല്ലിക്കോട്ടെ. 17ാമത്തെ തൊട്ട്. ശോഭ ചേച്ചിയുണ്ട്. പവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗുരൂചിഭിർ പശിന്യാദി ദ്യോഭിസ്താം സഹജനനി സഞ്ചിതയന്തീയാം സകർത്താ കാവ്യാനാം ഭവതി മഹദാംഗംഭീ ഭംഗിരുചിഭിർ വചനോഭിർവദോ വിവദന കമലാമോദമധ്യധുരൈ. സുരേഷേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോണം. നോക്കാം കേട്ടോ. കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞത്. സവിത്രീഭീർവാചാം, ഞാനിന്ന് പ്രാർത്ഥനയിൽ ചൊല്ലിയ ശ്ലോകം കൂടിയാണ്. സവിത്രീഭീർവാചാം ശശിമണിശിലാഭംഗരുജഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വചോഭിർവാഗ്ദേവീ വദന കമലാമോദമധുരൈ. ചൊല്ലി നോക്കൂ ഇനി ശങ്കര. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗുരുചിഭിർ വശിന്യാദ്യോഭിസ്താം സഹജനനി സഞ്ചിന്തയതി യാം സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വചോഭിർവാഗ്ദോ വിവദന കമലാമോദമധുരൈ. തനുച്ഛായാഭിസ്തേ തരുണതരുണീ ശ്രീസരണി ഭിർദിവം സർവാമുർവിമരുണീ മനിനഗ്നാം സ്മരതിയ ഭവന്തസ്യ ത്രസ്യധ്വന്യഹരിണാ ശാലീനനയന സഹോർവശ്യ പശ്യ കതികതിന ഗിർവാണഗണികാം. അതും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കാനുണ്ട്. തനുച്ഛായാഭിസ്തേ തരുണതരിണി ശ്രീസരിണിഭിർ ദിവം സർവാമുർവീമരുണിമനിമഗ്നാം സ്മരതിയ ഭവന്ത്യസ്യത്രസ്യദ്വനഹരിണശാലീനനയന സഹോർവശ്യാവശ്യ കതികതിന ഗീർവാണഗണിക എന്ന് ചൊല്ലണം. തനുച്ഛായാഭിസ്തേ തരുണതരുണീ സരണിഭ്യ ദിവം സർവ മുർവിമരുണിമനിമഗ്നാം സ്മരതിയ ഭവന്ത്യസ്യ ത്രസ്യധ്വനഹരിണ ശാലീനനയന സഹോർവശ്യ വശ്യ കതികതിന ഗിർവാണഗണികാം. ആദ്യത്തെ ഉർവശ്യാണ്. അപ്പൊ സഹോർവശ്യ ഉർവശിയോടൊപ്പം വശ്യ ന ഭവന്തി എന്നാണ്. ഗുഡ്, വെരി ഗുഡ്. മുഖം ബിന്ദും കൃത്വാ മദഗസ്തസ്യ തദോ ഹരാർത്ഥം ധ്യായേധ്യ ഹരമഹിഷി തേ മന്മഥകലാം സദ്യാ സംക്ഷോഭം നയതി വിനിത ഇത്യാദി ലഘു ത്രിലോകീമപശ്യാശു ഭ്രമയതി രവീന്ദുസ്ഥനയുഗാം. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തഥതോ ഹരാർത്ഥം ധ്യായേദ്യോ ഹരമഹിഷി തേ മന്മഥകലാം സസദ്യ സംക്ഷോഭം നയതി വനിതാ ഇത്യാദി ലഘു
ത്രിലോകീമപ്യാശോ ഭ്രമയതി രവീന്ദുസ്ഥനയുഗാം എന്നാണ്. ശ്രമിച്ചു നന്നായിട്ട് സുരേഷേട്ടൻ. ഞാൻ ചെല്ലട്ടെ? നാലെണ്ണ നെറ്റ് പോയായിരുന്നു. ചെല്ലട്ടെ എന്നാ? സുരേഷേട്ടൻ നിർത്തിയോ? സരസ്വതി ഇപ്പോൾ ചൊല്ലിക്കോളൂ. 19 നെറ്റ് പോയി, എനിക്കങ്ങ് വിഷമായി. ഞാൻ വേറെ ഫോൺ എടുത്തോണ്ട് വന്നേത്. 20 നോക്കാം, ചെല്ലി നോക്കാം. ആൾക്കാരുണ്ടല്ലോ. കിരന്തീമംഗേഭ്യ കിരണനി കുരുംബാമൃതരസം ഹൃദി ത്വാമാധത്തെ ഹിമകരശിലാമൂർത്തിമിവയ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്ദാധിപൈവ ജ്വരപൃഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. ശരിയാന്നാ? അടുത്തത് തടില്ലേഖാതന്വീം തപന ശശി വൈശ്യാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മുദിതമലമായേന മനസാ മഹാന്താ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരിം. മൃദിതമലമായേന മനസാന്നല്ലേ നോക്കിയേ. മൃദിത. ശരി, ഓക്കെ. മൃദിതമലമായേന മനസാ മകാന്താ പശ്യന്തോ ദധതി പരമാഹ്ലാദ ലഹരിം. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യാ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവിം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. ശരിയാണോന്നാ? ത്വയാഹൃത്വാ വാമം വപുര പരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോരപരമപി ശംഖേ ഹൃതമഭുൽ യഥേ തത്വാദ്രുപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാമാനമ്രം കുടില ശശിചൂഢാലമകുടം. ആദ്യത്തെ വരിയില് വപുര അപരിതൃപ്തേന എന്ന് വേണം വായിക്കാൻ. അപരിതൃപ്തേനയാണ്, സംതൃപ്തമാവാത്ത മനസ്സോടുകൂടിയാണ്. അപ്പോ ഭഗവാന്റെ പാതി കൂടെ കടന്നെടുത്തു, എന്നിട്ടും സന്തുഷ്ടമാവാതെ മുഴുവനും തന്നെ വഹിച്ചോ അമ്മേ എന്ന് ഞാൻ മന്യെ വിചാരിച്ചു പോകുന്നു എന്നാണ് ഭഗവാൻ. പിന്നീട് അതേപോലെ തന്നെ എവിടെയാണ് എവിടെയും യഥേ തത്വദ്രൂപം എന്നാണ്. ത്വദ്രൂപമാണ് അമ്മയുടെ രൂപം. എഴുതുമ്പോൾ ത്വദ്രൂപം യഥേ തത്വദ്രൂപം. ആ രൂപം, അമ്മയുടെ ആ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങയുടെ ഈ സ്വരൂപം മുഴുവൻ ചുവപ്പ്, 3 കണ്ണുകൾ ശിവനുമായിട്ട് ശിവന്റെ ശരീരം മുഴുവൻ എടുത്തു കഴിഞ്ഞു എന്നാണ് ദേവി ഇവിടെ പറയുന്നത്. ശരി ശരി ശരി. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചല്ലേ? ഉണ്ടല്ലോ, നമ്മുടെ ശോഭ ചേച്ചിയുണ്ട്, വത്സല ചേച്ചിയുണ്ട്, ഒരുപാട് പേരുണ്ട്, ലീല ചേച്ചിയുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ട് മുമ്പോട്ട് വരിക. 23ാമത്തെ ശ്ലോകമാണ്. ഇന്ന് ആൾക്കാർ കുറവായതുകൊണ്ട് നമ്മൾ ആദ്യം മുതലുള്ള ശ്ലോകങ്ങൾ എല്ലാവരും ജപിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആ ജപം 23ാമത്തെ ശ്ലോകം വരെ ജപിച്ചു. ഇനി അങ്ങോട്ട് ആർക്കൊക്കെ ചൊല്ലാം എന്നുണ്ടെങ്കിൽ അത് വായിക്കുക, ചൊല്ലുക. 24ാമത്താണ് അടുത്തത് ചൊല്ലേണ്ടത്. ജയശങ്കര. ഞാൻ ജപിക്കാം. ജഗൽസൂദേർധാതാ ഹരിരവതിരുദ്ധക്ഷഭയതേ തിരസ്കുർവന്നേതസ്വമഭി ബഭുരീശസ്ഥിരയതേ സദാ പൂർവഃ സർവം തദിദമനുഗ്രഹണാദിജ ശിവ
തവാജ്ഞാമാലംബ്യ ക്ഷണതജലിതയോർഭ്രൂലതികയോ ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോര്യ വിരചിതാ തഥാ ഹി ത്വത്പാദോദ്വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേത്യശശ്വന്മുകളിത കരോത്തം സമഗുഡാ വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം ഗീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രി മാഹേന്ദ്രി വിദതിരഭി സമ്മേലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസോ ജപോ ജൽപശില്പം സകലമവിമുദ്രാ വിരചന ഗരിപ്രാദക്ഷിണ്യാക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദ്രശ സപര്യാപര്യായസ്തവ ഭവതു ജന്മേ വിലസിതം സുധാമപ്യാസ്വാദ്യ പ്രതിഭയജരാ മൃത്യുഹരണിം വിപദ്യന്തെ വിശ്വേ വിദിശതമഖാദ്യാദിവിശദാം കരാളം യക്ഷേളം കബളിതവദ കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനീതാടങ്കമഹിമാം കിരീടം വൈരിഞ്ചം പരിഹരപുരക്കൈഢഭിര്യ കഠോരേ കോടീരേ സ്കലസി ജഹി ജംഭാരിമകുടം പ്രണമ്രേഷ്വത്തേഷു പ്രസവമുപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനെ തവ പരിജനോക്തേർവിജയതേ സ്വദേഹോദ്ഭൂതാഭിർഘൃണിഭിരണിമാദ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യാം കിമാശ്ചര്യം തസ്യ തൃണയന സമൃദ്ധിം തൃണയതോ മഹാസംവർത്താഗ്നേർ വിരചയതി നീരാജനവിധിം ചതുഷ്ഷ്ട്യാ തന്ത്രേ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്വസിദ്ധി പ്രസവപരതന്ത്രേ പശുപതി പുനസ്ത്വന്നിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാദീതരദിദം ശിവശക്തി കാമാക്ഷിതിരധരവേശീതകിരണ സ്മരോഹം സശക്രസ്തദനുജ പരാമാരഹരയാം അമീഹൃല്ലേഖാഭിസ്തൃശ്രീഭിരവസാനേഷു ഘടിതാം ഭജന്തേ വർണ്ണാസ്തേ തവ ജനനീ നാമാവയവതാം സ്മരം യോനീം ലക്ഷ്മീം ഹൃദയമിതമാദൗ തവ മനോർ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയ ശിവാഗ്നോ ജുഹ്വന്ത സുരഭികൃതധാരാഹുദിശതൈർ ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതേ നവാത്മാനമനഘം അധശേഷശേഷീത്യയം ഉഭയസാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസപരാനന്ദപരയോ. എവിടെ വരെ വായിക്കണ്ടേ? അത് കുഴപ്പമില്ല, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാ മതി. ഇനി ആരെങ്കിലും ചൊല്ലാനുണ്ടോ ചൊല്ലിക്കോട്ടെ. ആ ശരി. ആരെങ്കിലും ചൊല്ലാനുണ്ടോ? അല്ലെങ്കിൽ ആരോ പറഞ്ഞിരുന്നു ഇടയ്ക്കും കൂടെ ഒരാൾ ആരോ പറഞ്ഞിരുന്നു. ആരാണ് മുമ്പേ ആരും പറഞ്ഞു. 35 ചൊല്ലേണ്ടതിന്.
ഇപ്പൊ എല്ലാരും ആ ശോഭ ചേച്ചി അഡാപ്റ്റ് ചെയ്ത സ്റ്റൈലില് പെട്ടെന്ന് മുറിക്കാൻ പറ്റും. 8 അക്ഷരങ്ങൾ കൂടിയത് മുറിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ വൃത്തിയായിട്ട് എടുത്ത് ഇപ്പൊ വളരെ പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്നുണ്ട്. ഭാഗവതം വായന ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. ആരാണ് അടുത്തത് പാരായണം ചെയ്യുന്നത്? മുന്നോട്ട് വന്നോളൂ. ഞാൻ വായിക്കട്ടെ. ഇതെന്താ സാറ് വായിച്ചോണ്ടേ? സ്വാമിശരണം. സ്വാമിശരണം. എനിക്ക് ആ 29 ഇപ്പൊ വായിച്ചില്ലേ, അതിൽ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ. 29 കിരീടം വൈരിഞ്ചം എന്നുള്ളത് അതല്ലേ? മകുടം എന്ന് വായിച്ചിരുന്നു, എൻ്റെ മുക്കുടം എന്ന് കണ്ടു. അത് ഏതാണ് ശരിയെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ജംഭാരി മകുടം എന്നാണ് എൻ്റെ അതിനകത്ത്. കഠോരേ കോടീരേ സ്കലസി ജഹി ജംഭാരി മകുടം. മകുടം അതൊന്ന് ക്ലാരിഫൈ ചെയ്യേ. മുകുടം എന്നല്ല അല്ലേ? മകുടം തന്നെ, മകുടം. അതെ, മകുടമാണ്. അതായത് ജംഭാരി മകുടം ജഹി, ഇന്ദ്രന്റെ കിരീടത്തെ മറികടക്കുകയാണെന്നാണ്. അപ്പൊ ദേവിയുടെ താഴെ എല്ലാവരും ഇരിക്കുകയാണ്, ഭഗവാനും ഒക്കെ ഇരിക്കുകയാണ്, വിഷ്ണുവും വിഷ്ണുവും ഇന്ദ്രനും ഒക്കെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജംഭാരി മകുടം ജഹി എന്നാണ്. ഓക്കെ, താങ്ക് യു. ശ്രീശങ്കര 35. മനസ്ത്വം വ്യോമത്വം മരുദസി മരുൾ സാരഥിരസി ത്വമാപസ്ത്വം ഭൂമി സ്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതു വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ തവാജ്ഞാചക്രസ്തം തപന ശശികോടിദ്യുതിതരം പരം ശംഭം വന്ദേ പരിമിളിതപാർശ്വം പരചിതാ യമാരാധ്യൻ ഭക്ത്യാ രവിശശിശുചീ നാമ വിഷയേ നിരാലോകേ ലോകേ നിവസതി ഭാലോകഭുവനെ വിശുദ്ധോദേശുദ്ധസ്ഫടികവിശദം വ്യോമജനകം ശിവം സേവേ ദേവീമഭി ശിവസമാനവ്യവസിതാമ യേയോകാം ത്യായാം ത്യാ ശശികിരണസാരൂപ്യ സരണേ വിധൂതാം തദ്വാം വിലസതി ചകോരീവ ജഗതി സമുന്മീലത്സംവേത് കമലമകരം ദൈകരസികം ഭജേഹം സദ്വം ത്വം കിമപി മഹതാം മാനസചരമ യഥാലാപാദശഗുണിതവിദ്യാപരിണതിർ തഥാ തേ ദോഷാത് ഗുണമഖിലമധ്യപയ ഇവ. അതൊന്ന് പറഞ്ഞു തരുക. യഥാലാപാദാഷ്ടാദശഗുണിതവിദ്യാപരിണതിർ അദാദത്തേ ദോഷാത് ഗുണമഖിലമധ്യപയ ഇവ. ശരിയാണോ ഡോക്ടർ സാറേ? എന്തോ ഇതിനകത്ത് അതായത് ഇതാ ഭജേ ഹംസദ്വന്ദ്ം കിമപി മഹതാം മാനസചരം, മനസ്സിൽ കളിക്കുന്ന ആ 2 ഹംസങ്ങള്. അതുകൊണ്ട് എന്താണ് യഥാലാപാദഷ്ട
അഷ്ടാദശ ഗുണിതാ വിദ്യാ പരിണതി. 18 വിദ്യകളും അതാണ്. യഥാലാപാദ അഷ്ടാദശ ഗുണിതാ വിദ്യ എന്നാണ്. ഓക്കെ. അഷ്ടാദശ വിദ്യ, അഷ്ടാദശ ഗുണിത വിദ്യ പരിണതി. യഥാ ദത്തേ ദോഷാത് ഗുണമഖിലമഭ്യ പയൈവ. ഓക്കെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഹംസങ്ങളുടെ ആലാപനം അതാണ് യഥാലാപാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ കളിക്കുന്ന 2 ഹംസങ്ങളുടെ ആലാപനം കൊണ്ട് 18 അഷ്ടാദശ ഗുണങ്ങളും പഠിക്കുന്നതായിട്ടാണ്. പൂർണ്ണമായിട്ടും 18 വിദ്യകളും ലഭിക്കുന്നു എന്നർത്ഥം. ഓക്കെ. തവ സ്വാധിഷ്ഠാനേ കുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതിം താം ച സമയാമ യഥാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാദ്രായ ദൃഷ്ടി ശിശിരമുപചാരം രചയതി തടിത്വം തം ശക്ത്യാ തിമിരപശിപന്ധിപുരണയാ പുരന്നാനാരത്നാഭരണപരിണന്ധേന്ദ്രധനുഷമ തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷം തം ഹരമിഹിരതപ്തം ത്രിഭുവനം. അവിടെ ഒന്നാമത്തെ വരില്ല തിമിര പരിപന്ഥി എന്നാണ്. പരിപന്ഥി എന്ന് പറഞ്ഞ ശത്രു, തിമിരം എന്ന് വെച്ചാൽ ഇരുട്ടാകുന്ന ശത്രുവിനെ ഇല്ലാതാക്കുന്ന പ്രകാശശക്തിയെ കുറിച്ചാണ് പറയുന്നത്. തടിത്വന്തം എന്നുള്ളത് അപ്പൊ തിളങ്ങുന്ന മിന്നലോട് കൂടിയ തടിത്വന്തം ശക്തിയാ തിമിര പരിപന്ഥി സ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണ പരിണദ്ധ്യന്ദ്രധനുഷം. ഇന്ദ്രധനുഷ്. തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരിമിഹിരതപ്തം ത്രിഭുവനം എന്നാണ്. പരമശിവനാൽ തപിച്ചു നിൽക്കുന്ന ത്രിഭുവനത്തില് എന്താ അമ്മ എന്തോ പറഞ്ഞല്ലോ? അമ്മ എന്തോ? ഹരമിഹിരം. അതെ, ഹരമിഹിര തപ്തം. ഹരൻ ശിവന്റെ, അത് തന്നെ. ഞാൻ തെറ്റായിട്ടാണോ വായിച്ചത്? ഹരിന്നാണ് വായിച്ചത്. ഹരമിഹിരതപ്തം. പരമശിവനാകുന്ന സൂര്യനാൽ തപച്ചു നിൽക്കുന്ന ആ ത്രിഭുവനത്തില് മഴ പെയ്യിച്ച് ആ കറുത്ത മേഘത്തെ സേവിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ. നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം എന്നാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. തടിത്വം തം ശക്ത്യാ തിമിര പരിപന്ധിപുരണയാ പുരന്നാരത്നോഭരണ പരിണദ്ധേന്ദ്രധനുഷമ തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷം തം ഹരമിഹിരതപ്തം ത്രിഭുവനമ. അവിടെ രണ്ടാമത്തെ ലൈൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ബുദ്ധിമുട്ട് വരുന്നു അല്ലെ? അതങ്ങനെ സ്ഫുരന്നാനാരത്നം, സ്ഫുരിക്കുന്ന നാനാരത്നങ്ങള്. തടിത്വം തം ശക്ത്യാ തിമിര പരിപന്ധിപുരണയാ പുരന്നാരത്നാഭരണ പരിണദ്ധേന്ദ്രധനുഷമ തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷം തം ഹരമിഹിരതപ്തം ത്രിഭുവനം. നമുക്കിനിയിപ്പോ 2 ശ്ലോകം കൂടെ ഈ ആനന്ദലഹരി വായിച്ചു നിർത്താം അല്ലെ? 2 ശ്ലോകം കൂടെ 41 42 ആർക്കെങ്കിലും കൂടെ വേണം വായിക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വായിച്ചപ്പോഴേ
ധനുഷമം, ഒരു മാ ശരണം, ത്രിഭുവനം, വനമം, മാ വനം, ഒരു മാ വരുന്നുണ്ട്. എന്താന്ന് എവിടെയാ? അദ്ദേഹം വായിച്ചില്ലേ? മൂന്നിടത്ത് മാ വരുന്നുണ്ട്. ഒരു മാ മകാരം ചേർക്കുന്നുണ്ട് അല്ലേ? തിമിരപരിബന്ധസ്ഫുരണയ അതാണോ? ഇടയ്ക്കിടയ്ക്ക് ഭരണപരിണേന്ദ്രധനുഷം അദ്ദേഹം ഒന്നുകൂടെ ചെല്ലുമ്പോ ശ്രദ്ധിച്ചാൽ മതി ഇനിയൊന്ന്. ഞാൻ ഒന്നുകൂടെ ചെല്ലാം, ഒന്ന് നോക്കു എന്നിട്ട് അപ്പൊ ഒന്ന് പറയൂ. ഹിന്ദിയോ സംസ്കൃത പുസ്തകമാണോ കയ്യിലുള്ളത്? ഇല്ല, മലയാളത്തിലുള്ളത് തന്നെയാണ്. ത്രിഭുവനം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ചോദിച്ചത് അല്ലേ? അതെ അതെ, ത്രിഭുവനം എന്നുള്ളതാണ്. 3 ത്രിഭുവനം. ഇതിനകത്ത് ത്രിഭുവനം എന്നുണ്ട്, അതുകൊണ്ടാണ് അത് ത്രിഭുവനം എന്നുള്ളതാണ് ഇതിന് കറക്റ്റ്. അല്ല, സംസ്കൃതത്തിൽ എഴുതുന്ന മായാണ് വന്ന് നിൽക്കുന്നത്, സംസ്കൃതത്തിൽ താഴെ കുത്തു വരികയുള്ളൂ, അതാണ്. വനം, അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ വനം എന്ന് തന്നെയാണ് ത്രിഭുവനങ്ങൾ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരിയാക്കാം, കറക്റ്റ് ചെയ്യാം. അത് ഇനി ആരെങ്കിലും വായിക്കാണ്ട് വായിച്ചോളൂ. 41, 42. സർ, ഞാൻ വായിക്കാം. വായിച്ചോണ്ടേ വായിച്ചോണ്ടേ. തവാധാരേ മൂലേ സഹ സമയയാലാസ്യ പരയാ തവാത്മാനം മന്യേ നവരസമഹാത്താണ്ഡവനടം ഉപാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദൃശ്യ ദയയാ സനാദാഭ്യാം ജജ്ഞേ ജനകജനനീ മജ്ജഗതിതം. അവിടെ ഉദ്ദൃശ്യാന്നുണ്ട്, ഉദ്ദിശ്യാന്നാണോ പുസ്തകത്തില്? ഉദ്ദിശ്യ. ഒന്നുകൂടെ ചൊല്ലി നോക്കിക്കോളൂ കേട്ടോ. തവാധാരേ മൂലേ സഹ സമയാലാസ്യ പരയാ നവാത്മാനം മന്യേ നവരസമഹാത്താണ്ഡവനടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാദാഭ്യാം ജജ്ഞേ ജനകജനനീ മജ്ജഗതിതം. 42 കൂടെ ചൊല്ലാം. ഗതൈർമാണിക്യത്തം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യാ സനീഡേയശ്ചായാശ്ചുരണശബളം ചന്ദ്രശകലം ധനുശ്ചൂനാസീരം കിമതിന നിബധ്നാതിദുഷണാം. വെരി ഗുഡ്. അപ്പൊ നമ്മള് ആനന്ദലഹരി പൂർണ്ണമായിട്ടൊന്ന് ഒരു റൗണ്ട് ചൊല്ലി നോക്കി. ഇപ്പം റെഗുലറായിട്ട് പാരായണം ചെയ്യുന്നവർ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന് അല്ലേ? അത് പെട്ടെന്ന് 8 അക്ഷരങ്ങളായിട്ട് മുറിച്ചാൽ എളുപ്പമാണ്. പക്ഷെ അർത്ഥം മാറരുത്, മാറാതെ മുറിക്കണം എന്ന് മാത്രം. സംഗീതാത്മകം വന്നു കഴിയുമ്പോ ചിലപ്പോ മാറും ഇവിടെയൊക്കെ, ഇല്ലയോ പോളെ? എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇച്ചിരിയൊക്കെ തെറ്റ് വന്നെങ്കിലും ഞങ്ങൾക്ക് അത്രയും 42 ശ്ലോകങ്ങൾ ഭഗവതിയുടെ ചൊല്ലാൻ പറ്റിയല്ലോ. അതെ, സന്തോഷം. ഗുരുവിന് നന്ദി. നന്ദി. ഇപ്പൊ ഓപ്പോളല്ലേ, ഞാൻ ഇപ്പൊ ആളുകളില്ലാത്തതുകൊണ്ട് നമ്മളിത് ചൊല്ലിയേക്കാന്ന് വിചാരിച്ചത് എല്ലാരും കൂടെ. സാധാരണ 10-19 ദേവിക്ക് പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സൗന്ദര്യലഹരിയിലെ 3 ശ്ലോകങ്ങള് ആദ്യത്തെ 3 പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കിത് പറ്റിയല്ലോ. അതെ, നമുക്കത് പറ്റിയല്ലോ. 42 ശ്ലോകം ദേവിക്ക് വേണ്ടി സമർപ്പിക്കാൻ പറ്റിയത് സന്തോഷം. അതെ 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 അതെ, വലിയ അനുഗ്രഹമാണ്. ഇന്നത്തെ ദിവസം അതിനായിരിക്കും വിളിക്കുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഉപാസിക്കാൻ പറ്റട്ടെ. ഭംഗിയായിട്ട് തന്നെ ദേവി അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരെയും തന്നെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സമയം എത്രയായി? അവിടെ 9 മണിയായില്ലേ? ഇവിടെ എത്രയായി? സുരേഷ് ഏട്ടാ, ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായി നടന്നു. 42 ശ്ലോകങ്ങളും എല്ലാവരും ചൊല്ലി ഹൃദ്യസ്ഥമാക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഈ അവസരം ഇന്ന് ഇതിൽ പങ്കെടുത്ത മിക്ക ആളുകളും വിനിയോഗിച്ച് അതിൽ സന്തോഷമുണ്ട്. ഏവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ജയശങ്കർ. ജയശങ്കര. 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 ജയശങ്കര.